ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം, ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110 ആക്കിയാലോ? സംശയമുണ്ടോ? എന്നാൽ ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവല് ബാക്ക് ടു നോർമൽ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110 ഒതുങ്ങും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിയാതെ എടുക്കുന്ന ഷുഗർ, നിങ്ങൾ ഒഴിവാക്കുന്ന ഷുഗർ, അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് എത്രത്തോളം പ്രധാനമാണ്, HIIT എന്ന് പറയുന്ന നമ്മുടെ വർക്കൗട്ട്സ് എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട്, എന്തൊക്കെ പഴങ്ങൾ എടുക്കാനായിട്ട് പറ്റും, എന്തൊക്കെ പഴങ്ങൾ ഒഴിവാക്കണം, എന്താണ് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഡിസ്കഷൻ. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവർ, ഒട്ടുമിക്ക ആളുകളും പ്രധാനമായിട്ടും അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ചായ അല്ലെങ്കിൽ കാപ്പി. അതിൽ ഷുഗർ പരമാവധി ഒഴിവാക്കും. ഇത് നമ്മളിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും പറയുന്ന, പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ചായക്ക് മധുരം ഇടാറില്ല. അവരുടെ വിചാരം ചായക്ക് മധുരം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഷുഗർ കുറയും എന്നാണ്. എന്നാൽ അവർ 3 നേരം കഴിക്കുന്ന ഭക്ഷണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അന്നജമായിരിക്കും. രാവിലെ ആണെങ്കിൽ അരിഭക്ഷണം തന്നെ, അതായത് ദോശ, ഇഡലി, പുട്ട്, അപ്പം. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മുടെ കേരള മട്ട റൈസ് ആയിരിക്കും. രാത്രിയും ഒന്നെങ്കിൽ ചോറ്, അതല്ലെങ്കിൽ ഇതേപോലെ ദോശയോ ഇഡലിയോ അല്ലെങ്കിൽ അരിഭക്ഷണമായിരിക്കും. ഇങ്ങനെ 3 നേരം അരിഭക്ഷണം കഴിച്ചുകൊണ്ട് എന്നാൽ ചായയിലും കാപ്പിയിലും മാത്രം പഞ്ചസാര ഒഴിവാക്കിയാൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, അതായത് ഷുഗർ നോർമലാക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങളതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ 3 നേരം അന്നജം എന്നുള്ളത് കട്ട് ഷോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കാം. രാവിലെയും വൈകിട്ടും നിങ്ങളുടെ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ക്ഷീണം അനുഭവപ്പെടാത്ത രീതിക്ക് പയറ് വർഗ്ഗങ്ങളും നമ്മൾ ഇറച്ചിയാണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. കുറേ കൂടി പ്രോട്ടീനും നാരുകൾ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. അതിൽ തന്നെ മില്ലറ്റ്സ്, അതായത് ചെറുധാന്യങ്ങൾ, രാഗി, കമ്പ്, വിറക്, ഇതൊക്കെ വളരെയധികം എഫക്റ്റീവാണ്. അതുപോലെ കറുപ്പ് കവണി, ബ്ലാക്ക് റൈസ്, ഇതൊക്കെ നമ്മുടെ ഷുഗർ ലെവൽ, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഷുഗർ ലെവൽ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വെച്ചിട്ടാണ് യൂഷ്വലി ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് HbA1c എന്ന് പറയുന്ന ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. അതായത് 3 മാസത്തിലൊരിക്കൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ രക്തത്തിലെ ചുവന്ന അണുക്കളുണ്ട്. അപ്പോൾ ഇതിലാണ് ഹീമോഗ്ലോബിൻ ഒക്കെ തന്നെ വന്ന് നിൽക്കുക. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഓരോ 3 months വൺസും അതിൽ ഉള്ള ആ ഒരു ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്നുള്ളത് നമ്മൾ 3 മാസത്തിൻ്റെ ആവറേജ് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, ഇനി ഷുഗർ ഇതുവരെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ടോ, അതോ ഇപ്പം നിങ്ങൾ കഴിക്കുന്ന മരുന്ന് കൺട്രോളിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു HbA1c നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. നിങ്ങളുടെ ഷുഗർ ലെവൽ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ 110 വരണമെന്നുണ്ടെങ്കിൽ ചായയിലും കാപ്പിയിലും മാത്രം പഞ്ചസാര ഒഴിവാക്കിയാൽ പോരാ, അന്നജം പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇനി ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മൾ റിവേഴ്സ് ബനാന ലീഫ് എന്ന് പറയും. അതായത് നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായിട്ട് കഴിക്കാം. എന്നാൽ ചോറ് നേരെ തിരിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ സാധാരണഗതിയിൽ നമ്മൾ ചോറ് കൂടുതലെടുക്കുകയും ഉപ്പേരിയും കറികളും ഒക്കെ വളരെ ചെറിയ തോതിലാണ് എടുക്കുക. എന്നാൽ അതൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കൂ. അപ്പോൾ നാരുകളും പ്രോട്ടീനും അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുകയും എന്നാൽ കാർബ്സിൻ്റെ അംശം വളരെ കുറഞ്ഞ് ആവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ടൈമിൽ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനും ഇത് സഹായകരമാവും. ഇനി ആ റൈസിന് പകരം തന്നെ ഇപ്പോൾ മട്ടേരിക്ക് പകരം നിങ്ങൾ ചെറുധാന്യങ്ങളുടെ റൈസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഒന്നുകൂടെ നല്ല ഇഫക്റ്റീവ് ആവാനാണ് സാധ്യത. ഇനി ഈ ഷുഗർ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് കൂടും, തീർച്ചയായിട്ടും കൂടും. സ്ട്രെസ് ലെവൽ കൂടിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ, അതായത് കോർട്ടിസോൾ കൂടും. ഇത് നമ്മുടെ കരളിലുള്ള ഒരു സിഗ്നൽ തന്നിട്ട് അമിതമായിട്ട് ഗ്ലൂക്കോസ്, ഷുഗറിനെ റിലീസ് ചെയ്യാനായിട്ട് പറയും. അതും ഷുഗർ ഹൈപ്പ്, നമ്മുടെ രക്തത്തിൽ ആ ഒരു ഷുഗറിൻ്റെ ലെവൽ കൂട്ടാനായിട്ട് ഒരു കാരണമാവുന്നുണ്ട്. ഇനി ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം, നമ്മൾ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഷുഗർ കൂടാൻ കാരണമാവുന്നു, അതും ഒരു കാരണമാണ്.
നമ്മൾ വെള്ളം പ്രോപ്പറായിട്ട് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ കെട്ടിക്കിടക്കുന്ന ഒരു ഷുഗർ അത് പുറന്തള്ളാനായിട്ട് കിഡ്നിയുടെ ഫങ്ഷനിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ പ്രോപ്പർ ആവുകയില്ല. ഇതും വളരെയധികം അപകടകാരിയാണ്. അതുകൊണ്ട് ദിവസവും 2.5 മുതൽ 3 ലിറ്റർ വെള്ളം. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് 1 കിലോയ്ക്ക് 30 മുതൽ 35 ml വെള്ളം എടുക്കണം. അപ്പം നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നിർജ്ജലീകരണം നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110 കൊണ്ടുവരാനായിട്ട് സാധിക്കും. നാച്ചുറലി നമ്മുടെ ഷുഗർ കുറയാനായിട്ട് ഉലുവയുടെ വെള്ളം വളരെയധികം ഇഫക്റ്റീവാണ്. രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ആ ഉലുവ വെള്ളം അടുത്ത ദിവസം രാവിലെ എടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ പേരയുടെ ഇല, പേരയ്ക്ക, ഇതെല്ലാം തന്നെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ വളരെ ഇഫക്റ്റീവാണ്. ഇനി ഷുഗർ ഉള്ളവർ ഒഴിവാക്കേണ്ട ചില ഫ്രൂട്ട്സ്, ചില പഴങ്ങൾ എന്തൊക്കെയാണ്? ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ എടുക്കരുത്. ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. അത് ചക്ക, മാമ്പഴം, അതേപോലെ നേന്ത്രപ്പഴം. നമ്മുടെ കേരളീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 ഫ്രൂട്ട്സാണ് അല്ലെങ്കിൽ പഴങ്ങളാണ്. അപ്പോൾ ഇത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. കക്കരിക്ക എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പേരയ്ക്ക എടുക്കുന്നത് നല്ലതാണ്. പപ്പായ വളരെയധികം ഇഫക്റ്റീവാണ് ഷുഗർ കൂടിയവർക്ക്. പ്രമേഹമുള്ളവരിൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അത് കൺട്രോളിൽ വരുത്താനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഫ്രൂട്ട്സാണ്. പിന്നെ ചെറുധാന്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വർക്കൗട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ വർക്കൗട്ട്സ് എന്ന് പറയുമ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ്, അതായത് വളരെ ഇൻറ്റൻസീവായിട്ട് ഒരു അരമണിക്കൂർ നേരം ജോഗ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നേരം ഒന്ന് സ്ലോ വാക്കിംഗ് ചെയ്യുക. എഗെയിൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക. ഈ HIIT എടുക്കുന്ന സമയത്ത്, അതായത് ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് BP, ഹാർട്ട് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം. അപ്പോൾ ദിവസവും നിങ്ങളുടെ അന്നജത്തിൻ്റെ ലെവല് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ നാരധികം അടങ്ങിയിട്ടുള്ളതും പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ളതും ജലാംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആയാലും ഭക്ഷണങ്ങളായാലും റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസവും 2.5 മുതൽ 3 ലിറ്റർ വെള്ളം നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയിറ്റിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഒരു മാസം ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ ഈ ഭക്ഷണശൈലികൾ മാറ്റമൊക്കെ വരുത്തി, അതേപോലെ വാക്കിംഗ് അല്ലെങ്കിൽ HIIT എന്ന് പറയുന്ന ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഈ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചിലർക്കുള്ളത് സംശയമാണ്, ഇതൊക്കെ ചെയ്തു, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലായി വന്നു, ഇനി ഞാൻ പഴയ രീതിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ കൺസിസ്റ്റൻസി, അതായത് സ്ഥിരതയാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു രീതി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെ ഷുഗർ റിവേഴ്സ് ബാക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ പാങ്ക്രിയാസിൽ നിന്ന് ആവശ്യത്തിനുള്ള ഇൻസുലിൻ പ്രോപ്പറായിട്ട് ചുരുക്കുകയും അത് നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാൻ വളരെയധികം സഹായകരമാവുകയും ചെയ്യും. ഇത് ഒരു ടാബ്ലറ്റിൻ്റെ ഹെൽപ്പോടുകൂടെ അല്ലാതെ നോർമലായിട്ട് തന്നെ നിങ്ങളുടെ ശരീരം പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മാറ്റം നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്. അപ്പോൾ ഇനി മുതൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലാണ് എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വേണ്ട. മെഡിസിൻസ് ടാബ്ലറ്റിൻ്റെ ഡോസേജ് ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഇങ്ങനത്തെ ചില ജീവിതശൈലികളിലൊന്ന് മാറ്റം വരുത്തിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നല്ല ഡിഫറൻസ് കണ്ടെത്താനായിട്ട് പറ്റും. ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ഒരു ഡയറ്റ് ചാർട്ട് അല്ലെങ്കിൽ ഡയറ്റ് ഷെഡ്യൂളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഷുഗർ ഡയറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സംശയത്തിനായിട്ട് താഴെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.